സാബുമോനാണ് ഫസ്റ്റ് നോമിനേഷൻ. അനിമോള് ലോക കള്ളിയാണ്, നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, കഥയൊക്കെ വളച്ചൊടിക്കും. ഞാനും ആദിലയും വന്ന് അത് കോമഡി രീതിയിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരാമേ എന്നും പറഞ്ഞ് വന്ന് അതൊരു കോമഡി രീതിയിൽ പറഞ്ഞ് മനസ്സിലായില്ലേ. പിന്നെ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി പറഞ്ഞ് തെറ്റിപ്പിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതൊരു ഗ്രൂപ്പിൻ്റെ കാര്യമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും സാബുമോൻ ഇത്രയും നേരം പറഞ്ഞത് സ്വന്തം കാര്യമാണ്. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നതാണ്. അത് നോമിനേഷൻ വരുമ്പോൾ എല്ലാവരും വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അവർ ഗ്രൂപ്പ് കളിക്കുന്നതെന്ന് പറഞ്ഞത്. ലാസ്റ്റ് നോമിനേഷൻ വരുമ്പോൾ നമ്മൾ 4 പേര് വരും, ബാക്കി ആരും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും നോമിനേഷന് വന്നില്ലെങ്കിൽ നമ്മുടെ ചാൻസ് കൂടും, അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബാക്കി അവരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഞാൻ നിങ്ങളോട് വന്ന് ഇവരെ പറ്റി കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്, അതുപോലെ ഇവരോട് സംസാരിക്കുമ്പോഴും ഞാൻ കേൾക്കുകയുള്ളൂ. എല്ലാവർക്കും എല്ലാവരെയും വെളുപ്പിക്കാൻ അറിയാം. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഞാൻ ലൈവായിട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ഒരു ഒപ്പീനിയൻ എടുക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ആരുടെയും സംസാരിക്കുന്നത് കേട്ട് ഒരു നോമിനേറ്റ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കണം. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. അനിമോളുടെ പ്ലാൻ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അനിമോൾ പറഞ്ഞു എനിക്ക് ഒരു പ്ലാനും ഇല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് അനിമോൾ പറയുന്നു. അനിമോളെ നീ പറഞ്ഞില്ലേ, എനിക്ക് ശരിയാണ്, എനിക്ക് പ്രോട്ടീൻ ഇഷ്ടമാണ്, ആർക്കായാലും കുറച്ച് കൂടുതൽ കിട്ടിയാൽ നമുക്ക് ഇഷ്ടമാണ് എന്ന് സാബുമോൻ പറയണം. നമ്മളാരും ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ടില്ല. ചോറ് കുറവും ബാക്കി കറിയും, അത് നമ്മുടെ എല്ലാവരുടെയും റേഷൻ. നിൻ്റെ ഡയലോഗ് അടിക്കാണ് നിനക്ക് കിട്ടിയത്, ബാക്കിയൊന്നിനുമല്ല. എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ ഞാൻ കൊടുത്തതെന്ന് അനിമോള്. ഞാൻ അങ്ങനെ തന്നെ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ നിനക്ക് മാത്രം കൂടുതൽ തന്ന് ബാക്കിയുള്ളവർക്ക് കുറവ് കൊടുത്ത് ഞാൻ എല്ലാവർക്കും ഒരുപോലെ വിളമ്പി. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറയെ കാണാം. അത് അപ്പം പറഞ്ഞല്ലേ, അന്നേരം പറഞ്ഞ കാര്യമല്ലേ അത് എന്ന് അനിമോള് പറയുന്നത്. നീ എന്തോ ഈ പറയുന്നത്? നിന്നോട് ഞാൻ ഇച്ചിരി പയറല്ലേ ചോദിച്ചത്, അല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഒന്നും പറഞ്ഞില്ലല്ലോ. സാബുമോൻ ഭയങ്കര അലമ്പ്, പയറിന് കിടന്ന് അടി കൂടുന്നു ലൈവിൽ. 3 ദിവസമായിട്ടും പയർ കൊടുത്തില്ലെന്നും പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു, വൃത്തികെട്ട ചെറുക്കൻ. ഈക്വലായിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുത്ത സാബുമോൻ എന്ന് അനിമോള് പറയുന്നു. നിനക്ക് വളച്ചൊടിക്കാൻ നല്ലോണം അറിയാം, നീ അത്രയ്ക്കും വളച്ചൊടിക്കുന്ന സാബുമോൻ. അക്ബറല്ല വളച്ചൊടിക്കുന്നത്, നീയാണ് വളച്ചൊടിക്കുന്നത്. അക്ബർ പറയുന്നത് എന്നെ എന്തിനാണ് പിടിച്ചിടുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് വളച്ചൊടിക്കലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മേലെയായി വിളന്നു. ഞാൻ വളച്ചൊടിക്കുന്നില്ല, ഞാൻ സ്ട്രെയിറ്റാണ് സംസാരിക്കുന്നത്. നീ ഒരു സ്ട്രെയിറ്റ് അല്ലെന്ന് സാബുമോൻ. കട്ട ഫ്രോഡാണ്. എല്ലാം ഇപ്പോഴും നാടകമാണ്, നീ നാടകമാണ് കാണിക്കുന്നത്. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാടകം നീയാണെന്ന് സാബുമോൻ പറയുന്നത്. ഡയലോഗ് അടിക്കാം, അനിമോട് സംസാരിക്കാൻ സമ്മതിക്കാതെ സാബുമോൻ പറയുന്നത് ഡയലോഗ് അടിക്കാം, നീ ഡയലോഗ് അടിക്കാതെന്ന്. നമ്മളോട് പറഞ്ഞു കുറച്ച് നാൾ നീ നിവിൻ്റെ പുറകെയായിരുന്നു, ഇപ്പം നീ ആദിലയുടെ പുറകെയായി, ഇപ്പം എന്നെ ആയോ എന്ന് ചോദിക്കുന്നു. പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്, എന്നാലും നിൻ്റെ അത്രയും ഇല്ലെന്ന് സാബുമോൻ. ഷാനാസ് ഇടയ്ക്ക് പറയുന്ന അത് അവൻ്റെ സ്പേസ് അല്ലേ, അവൻ സംസാരിക്കട്ടെ. നീ സംസാരിക്കുന്ന അനിമോൾ പറയുമ്പം സാബുമോൻ പറയുന്ന ഡയലോഗ് അടിക്കില്ലേ, നീ ഡയലോഗ് അടിക്കല്ലേ. നമ്മളുടെ ആ ഡയലോഗിലാണ് ഞങ്ങളെല്ലാം കയറി പിടിച്ചത്, അല്ലാതെ ആ പ്രവൃത്തിയിലല്ല. നമ്മൾ കഴിക്കുന്ന ഏത് കറി കുറഞ്ഞു പോയതോ? അങ്ങനല്ല. നീ ഇത്രയും ചോര കഴിക്കുന്നുള്ള അതിനുള്ള കറി ഞാൻ തന്നിട്ടുണ്ടെന്ന്. ഷാനാസ് ചോദിക്കുന്നു നീ അല്ലായിരുന്ന കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അവൾ കേൾക്കണ്ടേ. അനിമോള് പഠിച്ച കള്ളിയാ, അനിമോള് കള്ളവേ പറയത്തുള്ളൂ. പയർ കൊടുക്കാത്തതിന് ലൈവിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്ന സാബുമോൻ ഇവനെ ഈ ആഴ്ച തന്നെ പറഞ്ഞു വിടണം, അതാണ് വേണ്ടത്. അനിമോളെ പോയി നോമിനേറ്റ് ചെയ്തതും പോരാ, പിന്നെ അവൻ പറയുന്ന ഡയലോഗ് പയർ കിട്ടിയില്ലെന്നുള്ള കരച്ചിലാണ് ലൈവിൽ.